ഈ സുദിനത്തിൽ നിങ്ങളോടൊപ്പം പങ്കുചേരുവാൻ സാധിച്ചതിൽ ഹൃദയം നിറഞ്ഞ സന്തോഷമുണ്ട്. നിങ്ങളുടെ അനുവാദത്തോടു കൂടി ഞാനൊരു ചെറിയ കഥ ഇവിടെ അവതരിപ്പിക്കുകയാണ്. ഈ കഥയുടെ പേരാണ് അമ്മറ്റ്. ഈ കഥ നടക്കുന്നത് കേരളത്തിൻ്റെ ഹൃദയഭാഗത്താണ്, ഒരു കൊച്ചു ഗ്രാമം. ആ ഗ്രാമത്തിൻ്റെ പേരാണ് കതിനാക്കുഴി. പ്രിയപ്പെട്ടവർ, ഈ കതിനാക്കുഴി ഗ്രാമത്തെക്കുറിച്ച് വർണ്ണിക്കുകയാണെങ്കിൽ, പവപ്പേട്ടോരും അമാനം ഉള്ളോരും അതിങ്ങി പാർത്തിയിടും പ്രദേശം ആണ്. തെങ്ങുണ്ട്, വലിയ പ്ലാവുണ്ട്, പിന്നെ മൂവാണ്ടൻ മാവുമുണ്ട്, കശുമാവുണ്ട്. നാട്ടിൽ ചേമ്പുണ്ട്, കാട്ടിൽ പാമ്പുണ്ട്, കാക്ക കുഞ്ഞുണ്ട്, കുയിലുണ്ട്, മുയലുണ്ട്. പാവപ്പെട്ടോരും അമാനം ഉള്ളോരും അതിങ്ങി പാർത്തിയിടും പ്രദേശം ആണ്. തെങ്ങുണ്ട്, കരിക്കപ്ലാവുണ്ട്, പിന്നെ മൂവാണ്ടൻ മാവുമുണ്ട്, കശുമാവുണ്ട്. നാട്ടിൽ ചേമ്പുണ്ട്, കാട്ടിൽ പാമ്പുണ്ട്, കാക്ക കുഞ്ഞുണ്ട്, കുയിലുണ്ട്, മുയലുണ്ട്. അമ്പുണ്ട്, പമ്പുണ്ട്, മുടിവെട്ടാൻ 4 ബാർബർ ഷോപ്പുണ്ട്. അമ്പുണ്ട്, പമ്പുണ്ട്, മുടിവെട്ടാൻ 4 ബാർബർ ഷോപ്പുണ്ട്. ടാപ്പുണ്ട്, ടാപ്പുണ്ട്, പെമ്പിള്ളേരൊത്തിരിയുണ്ട്. സ്റ്റാമ്പുണ്ട്, മൊട്ടക്കുന്നും പുറമുണ്ട്, നാൽക്കാലിക്കൂടുണ്ട്, കൈക്കോട്ടും കൈത്തോടും വേലിയുമുണ്ട്. ചന്തകളുണ്ട്, ചന്തകളുണ്ട്, പിന്നെ LP UP ഹൈസ്കൂൾ ഇതും അവിടുണ്ട്. പാവപ്പെട്ടോരും അമാനം ഉള്ളോരും തിങ്ങിപ്പാർത്തിയിടും പ്രദേശം ആണ്. തെങ്ങുണ്ട്, കരിക്കപ്ലാവുണ്ട്, പിന്നെ മൂവാണ്ടൻ മാവുമുണ്ട്, കശുമാവുണ്ട്. നാട്ടിൽ ചേമ്പുണ്ട്, കാട്ടിൽ പാമ്പുണ്ട്, കാക്ക കുഞ്ഞുണ്ട്, കുയിലുണ്ട്, മുയലുണ്ട്. ഒരു കൊച്ചു ഗ്രാമം. പ്രിയപ്പെട്ടവരെ, ഈ കതിനാക്കുഴി എന്ന് പറഞ്ഞ ഗ്രാമത്തിൽ പൊന്നോണത്തിനന്ന്, അല്ലെങ്കിൽ തിരുവോണത്തിനന്ന്, അല്ലെങ്കിൽ നമ്മുടെ എത്ര ദിവസം ഓണമുണ്ടോ അത്രയും ദിവസം സന്തോഷം കൊണ്ട് അവർക്ക് കണ്ണു കാണാൻ വയ്യ. ഊഞ്ഞാലാട്ടം, വള്ളംകളി, തുമ്പിതുള്ളൽ എന്നും വേണ്ട ഓരോ കളികളും കണ്ട് ആ ജനങ്ങളുടെ സന്തോഷം കൊണ്ട് അങ്ങനെ പോവുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അതാ ഒരു കളി വരുന്നത്. കടുവാകളിയാണ്ടടാ ഓടിവാ ഓടിവാ, കണ്ടില്ലേ നഷ്ടമാ ഓടിവാ ഓടിവാ. കടുവാകളിയാണ്ടടാ ഓടിവാ ഓടിവാ, കണ്ടില്ലേ നഷ്ടമാ ഓടിവാ ഓടിവാ. നാട്ടാരുകൂടി ഒരുപാട് ചിലർ മേലോട്ട് ചാടി, അതുപോലെ ൂക്കുമായി വേറൊരാൾ ഓടുവാ ചാടുവാ. കടുവാകളിയാണ്ടടാ ഓടിവാ ഓടിവാ, കണ്ടില്ലേ നഷ്ടമാ ഓടിവാ ഓടിവാ. പ്രിയപ്പെട്ടവരെ, ഈ കതിനാക്കുഴി ഗ്രാമത്തിൽ ആപാലവൃദ്ധ ജനങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞു, നാനാജാതി മതസ്ഥരുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഒത്തിരി ആൾക്കാർ അവിടെ ഉണ്ടെങ്കിലും അവിടുത്തെ ഏറ്റവും ഫേമസ് ആയ ഒരാളുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരാണ് പടക്കം പപ്പനാഭൻ. പ്രിയപ്പെട്ടവർ, സുമുഖനാണ്, സുന്ദരനാണ് അദ്ദേഹം. ആ നാട്ടിൽ ഒത്തിരി വെടിക്കെട്ടുകാരുണ്ടെങ്കിലും പപ്പനാഭൻ ചേട്ടനാണ് ഇഷ്ടം പോലെ വെടിക്കെട്ടിൻ്റെ ഓഫർ വരുന്നത്. കാരണം അതിന് കാര്യമുണ്ട്. പപ്പനാഭൻ ചേട്ടൻ ആര് ഈ വെടിക്കെട്ടിന് അഡ്വാൻസുമായിട്ട് വന്നു കഴിഞ്ഞാലും പപ്പനാഭൻ ചേട്ടൻ ഒരു ഇതുകൊണ്ട് പൊട്ടിച്ചിരിയുണ്ട്. ചിരിച്ച് അവരെ സ്നേഹിച്ച് അവരെ അഡ്വാൻസൊക്കെ വാങ്ങിച്ച് അങ്ങനെയൊക്കെ ആയിരുന്നു പപ്പനാഭൻ ചേട്ടൻ. പക്ഷേ ഇപ്പോഴേ കുറച്ച് നാളായിട്ട് അതില്ല. എന്താണെന്നറിയോ, കയ്യിലിരുന്ന് ഒരു കതിനാ പൊട്ടി വായിൽ പല്ല് മുഴുവൻ തെറിച്ച് വീണു. പറമ്പിന് അതിരേറ്റ നാട്ടുമാർ 4 പല്ല് മാത്രമേ ഇപ്പോൾ ഉള്ളൂ. അത് കാരണം ആര് വന്നാലും പപ്പനാഭൻ ചേട്ടൻ ചിരിക്കത്തില്ല. ഈ പപ്പനാഭൻ ചേട്ടൻ ആര് നിസ്സാരക്കാരനൊന്നുമില്ല. കാരണം മൂക്കിൻ്റെ തുമ്പത്താണ് ദേഷ്യം. പ്രിയപ്പെട്ടവർ, അത് പറയാൻ കാര്യമൊന്നുമല്ല. പപ്പനാഭൻ ചേട്ടൻ ഒരു കല്യാണം കഴിച്ചു. അവരുടെ പേരാണ് പാറുവമ്മ. സുന്ദരിയാണ്, ശാലിനിയാണ്, പരിശുദ്ധയാണ്. പപ്പനാഭൻ ചേട്ടൻ്റെ സൗന്ദര്യത്തിന് അത്ര മോശമൊന്നും ഒന്നുമല്ല. ഒന്ന് എഴുന്നേറ്റ് ചേട്ടാ, ഒന്ന് എഴുന്നേറ്റ്. ഈ രൂപമാണ് പപ്പനാഭൻ ചേട്ടൻ, അത്ര മോശമല്ല. അപ്പോൾ പാറുവമ്മ അതിലൊക്കെ ഫാർ ബെറ്ററാണ്.
ഈ പാറോമ്മയെ അയലത്തുള്ളവരൊക്കെ വിളിക്കുന്ന പേരാണെന്നറിയോ? എന്താണെന്നറിയോ? വെടിക്കെട്ടുകാരൻ്റെ ഭാര്യ ആയതുകൊണ്ടാണ് എന്താണെന്ന് അറിയില്ല, അവരെ വിളിക്കുന്ന പേര് അമിട്ടുപാറു. അമിട്ടുപാറു എന്നാണ് വിളിക്കുന്നത്. പ്രിയപ്പെട്ടവർ, ഈ പാറോമ്മ സുന്ദരിയാണ്. പപ്പനാൻ ചേട്ടൻ പാറോമ്മയെ കല്യാണം കഴിഞ്ഞിട്ട് 16 വർഷമായി. ക്യാഫലം കൊച്ചിനഹി, കുത്തിനഹിയല്ല, കൊച്ചിനഹി. നേർച്ചയും കാഴ്ചയും വഴിപാടുമായിട്ട് പാറോമ്മ അങ്ങനെ നടക്കുകയാണ്. പ്രിയപ്പെട്ടവർ, പപ്പനാഭിചാരനായി അതിബുദ്ധിമാനാണ്. ഈ ചെറുപ്പത്തിലൊക്കെ പുള്ളിക്കാരൻ അതായത് ഈ വെടിക്കെട്ടിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം, വെടിക്കെട്ടിന് പഠിക്കുന്ന ആ സമയം അമ്പലങ്ങളിലൊക്കെ ഇപ്പോൾ അച്ഛൻ്റെ കൂടെ പോകുമ്പോഴത്തേക്ക് ഉത്സവത്തിലൊക്കെ ഒത്തിരി പെൺപിള്ളേരൊക്കെ ഇങ്ങനെ വരികയൊക്കെ ചെയ്യും, പെൺപിള്ളേർ. അപ്പോൾ അവരെ കാണാനൊക്കെ വേണ്ടി അപ്പോൾ മുണ്ടൊക്കെ കൊടുത്തുകൊണ്ട് പോയിട്ട് അങ്ങനെ പപ്പനാഭിചാരനെ ആരും അങ്ങനെ ശ്രദ്ധിക്കുന്നില്ല. പുള്ളിക്കാരനൊരു ദിവസം എന്ത് ചെയ്യുന്നറിയോ? അച്ഛനറിയാതുകൊണ്ട് ആ ടൗണിലൊരു കടയിൽ നിന്ന് ഒരു പാൻറ്റ് വാങ്ങിച്ചു. വീട്ടിൽ കൊണ്ടുവന്ന് ഇട്ട് നോക്കിയപ്പോഴത്തേക്ക് ഈ പപ്പനാഭിചാരനേക്കാൾ ഒരു 3/4 അടി നീളക്കൂടുതല്ല പാൻറ്റിന്. അത് സാരമില്ല, വീട്ടിൽ തയ്യൽ മെഷീനുണ്ട്, അമ്മയ്ക്ക് തയ്ക്കാനറിയാം, ചേച്ചിക്ക് തയ്ക്കാനറിയാം, ചിറ്റപ്പന് തയ്ക്കാനറിയാം. പപ്പനാഭിചാരൻ ഇത് മടക്കിക്കൊണ്ട് നേരെ വീട്ടിൽ ചെന്നിട്ട് അമ്മയോട് പറഞ്ഞു, അമ്മേ ഞാനിന്നൊരു പാൻറ്റ് വാങ്ങിച്ച് ഇട്ട് നോക്കിയപ്പോഴത്തേക്ക് 3/4 അടി നീളക്കൂടുതല്ല എൻ്റെ പൊന്നമ്മച്ചി, അമ്മച്ചിക്ക് തയ്ക്കാനറിയാമല്ലോ, 3/4 അടി കൊണ്ട് മുറിച്ച് കളഞ്ഞിട്ടൊന്ന് തയ്ച്ച് തരാമോ എന്ന് ചോദിച്ചു. പറഞ്ഞാൽ അമ്മ പറഞ്ഞു, മോനെ അമ്മയ്ക്ക് സമയമില്ല, എനിക്കിട്ട് 100 കൂട്ടം പണിയാണ് കിടക്കുന്നത്, നീ ചേച്ചിയെ കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു. പറഞ്ഞാൽ ഈ പാൻറ്റ് കൊടുത്ത് ചേച്ചിയോട് എന്ന് പറയുമ്പോൾ ചേച്ചി പറയുകയാണ്, എൻ്റെ പൊന്നു മക്കളെ എനിക്ക് സമയമില്ല, ഞാൻ 4ാമത്തെ പ്രാവശ്യം 10ാം ക്ലാസ്സിന് എഴുതാൻ പോകുന്നത്, അതുകൊണ്ട് എനിക്ക് സമയമില്ല, നീ ചിറ്റപ്പനെ കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു. ഉടനെ ഈ പാൻറ്റ് എടുത്തുകൊണ്ട് ചിറ്റപ്പനോട് എന്ന് പറയുമ്പോൾ ചിറ്റപ്പൻ ഷർട്ടും മുണ്ടും ധരിച്ചുകൊണ്ട് വരും, എൻ്റെ പൊന്നു മോനെ എനിക്ക് 10:30 ഒരു കമ്മിറ്റിയുണ്ട്, ആ കമ്മിറ്റിയും കഴിഞ്ഞ് ഞാൻ തിരിച്ച് വരുമ്പോൾ സമയമുണ്ടോ തയ്ച്ച് വെച്ചേക്കാം, നീ ഇവിടെ വെച്ചേക്കാൻ പറഞ്ഞു. ഇവന് വലിയ നിരാശയായിപ്പോയി, വലിയ ആഗ്രഹിച്ച ഒരു പാൻറ്റ് എടുത്ത് അവനെ മടക്കി കൂട്ടിയെടുത്ത് അലമാര തുറന്ന് അലമാരയ്ക്ക് അതൊക്കെ ഒറ്റ ഏറ് വെച്ചു. എന്നിട്ട് അവൻ നടന്നങ്ങ് പോയി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മയ്ക്ക് തോന്നി, ദൈവമേ എനിക്ക് ആകെ ഒറ്റ മകനല്ലേ ഉള്ളൂ, അവന് ഞാനില്ലാണ്ട് ആരാ ഒരു പാൻറ്റ് തയ്ച്ച് കൊടുക്കാനിരിക്കുന്നത്. വീട്ടിലുള്ളവരൊക്കെ അല്പം താമസിച്ച് ആഹാരം കഴിച്ചാമെന്നും പറഞ്ഞ് അമ്മ അവിടെ നിന്ന് എഴുന്നേറ്റ് വന്ന് അലമാര തുറന്ന് പാൻറ്റ് എടുത്ത് 3/4 അടി വെട്ടിച്ച് കണ്ടിച്ച് കളഞ്ഞിട്ട് അങ്ങ് തയ്ച്ചു വെച്ചു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് തോന്നി, ചേച്ചിക്ക് തോന്നുന്നു, ദൈവമേ എനിക്ക് ആകെ ഒറ്റ ആങ്ങളയല്ലേ ഉള്ളൂ, അവന് ഞാനില്ലാണ്ട് വേറെ ആരാ പാൻറ്റ് തയ്ച്ച് കൊടുക്കാനിരിക്കുന്നത്. ചേച്ചി ബുക്ക് മടക്കി വെച്ചിട്ട് ചേച്ചി ഉടനെ തന്നെ അവിടെ നിന്ന് ഇറങ്ങി വന്ന് അലമാര തുറന്ന് പാൻറ്റ് എടുത്ത് ചേച്ചി 3/4 അടി കൊണ്ട് മുറിച്ച് കളഞ്ഞിട്ട് അങ്ങ് തയ്ച്ചു വെച്ചു. ഒരു 9:30 ആയപ്പോൾ കമ്മിറ്റി കഴിഞ്ഞ് ചിറ്റപ്പൻ ഓടി വന്നു. ചിറ്റപ്പൻ ഓടി വന്നിട്ട് പറഞ്ഞു, അലമാര തുറന്ന് പാൻറ്റ് എടുത്ത് ചിറ്റപ്പനും ഒരു 3/4 അടി കണ്ട് വെട്ടിക്കണ്ടിച്ച് കളഞ്ഞിട്ട് അങ്ങ് തയ്ച്ചു വെച്ചു. ഒരു 3-3:30 ആയപ്പോൾ അവൻ വീട്ടിൽ കയറി ചെന്ന് ചോദിച്ചു, പാൻറ്റ് തയ്ച്ചോ? എല്ലാവരും പറഞ്ഞ് തയ്ച്ചെന്ന് പറഞ്ഞ് അവനും വലിയ സന്തോഷമായി. അവന് ഓടിച്ചാടി കയറി കുളിമുറിയിലേക്ക് കയറി കുളിയെല്ലാം കഴിഞ്ഞ് വെളിയിലേക്ക് വന്ന് അലമാര തുറന്ന് പാൻറ്റ് എടുത്ത് നോക്കിയപ്പോഴത്തേക്ക് അണ്ടറിൻ്റെ നീളത്തിലുള്ളൊരു പാൻറ്റ് ഇരിക്കും. പ്രിയപ്പെട്ടവർ, അതിനുശേഷമാണ് അങ്ങനെയുള്ള സംഗതിയൊക്കെ ഈ ബെർമുഡ ആയിപ്പോയത്. എന്തു ആയിക്കോട്ടെ, നമ്മുടെ പപ്പനാഭിചാരൻ ഇങ്ങനെ ചില അബദ്ധങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ പപ്പനാഭിചാരൻ പാറോമ്മ കല്യാണം കഴിച്ചെന്ന് പറഞ്ഞില്ലേ, 16 വർഷമായി ഒരു കുഞ്ഞിക്കാല് കാണാൻ വേണ്ടി പാറോമ്മ നാടിൻ്റെ നാനാഭാഗത്ത് കൂടി നടക്കുകയാണ്. പുണ്യസ്ഥലങ്ങളിലും ക്ഷേത്രങ്ങളിലും വഴിപാടും വെടിക്കെട്ടുപാടും ഇങ്ങനെ നടക്കുകയാണ്. ഒരു കുഞ്ഞ് ജനിക്കണേന്ന് പറഞ്ഞ് ക്യാഫലം കൊച്ചിനെ. പ്രിയപ്പെട്ടവരെ, ഒരു സത്യം പറയട്ടെ, ആ ഗ്രാമത്തിലുള്ള സ്ത്രീകളെല്ലാം കൂടെ പറഞ്ഞു, പാറോമ്മേ ഇവിടുന്ന് 10 കിലോമീറ്റർ അകലെ ഒരു 3 കിലോമീറ്റർ കുന്നിൻ്റെ നിറകിൽ ഒരു ആശ്രമമുണ്ട്, അവിടെ ഒരു സ്വാമി വന്നിട്ടുണ്ട്, പാറോമ്മ ചെന്നൊന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ പാറോമ്മ ദൈവം അനുഗ്രഹിക്കും, ദൈവം അനുഗ്രഹിക്കും പാറോമ്മേ. പ്രിയപ്പെട്ടവരെ, പാറോമ്മ കേട്ട പാതി കേൾക്കാത്ത പാതി കുളി കഴിഞ്ഞ ഡ്രസ്സെല്ലാം മാറി 10 കിലോമീറ്റർ ബസ്സിൽ ചെന്നിട്ട് 3 കിലോമീറ്റർ കുന്നിൻ്റെ നിറകിൽ കയറി ചെന്നപ്പോൾ ആശ്രമമുണ്ട്. ഭക്തജനങ്ങൾ സ്വാമിയെ പൊതിഞ്ഞിരിക്കുകയാണ്. അവരെ വകഞ്ഞു മാറ്റിക്കൊണ്ട് പാറോമ്മ കയറി ചെന്നപ്പോഴത്തേക്ക് സ്വാമി പത്മാസനത്തിലിരിക്കുക. ആ ഭക്തജനങ്ങളെ വകഞ്ഞു മാറ്റിക്കൊണ്ട് പാറോമ്മ കയറി ചെന്നിട്ട് ആ സ്വാമിയുടെ പാദത്തിലേക്ക് അലച്ച് വീണു. സ്വാമി, ഞാൻ പടക്ക പപ്പനാവൻ്റെ ഭാര്യ, ഒരു കുഞ്ഞിക്കാല് കാണാൻ കൊതിയ, എന്നെ രക്ഷിക്കണ സ്വാമി. പെട്ടെന്ന് ആ സ്വാമി ചാടി എഴുന്നേറ്റ് പാറോമ്മയെ പിടിച്ച് മാറിനോട് ചേർത്ത് എന്നിട്ട് പറഞ്ഞു, ഡോൺ ക്രൈ, ഡോൺ ക്രൈ, കരയാതെ പാറോമ്മ. അതിനുശേഷം ഒരു തൂശനില എടുത്ത് ഇത്രയും നീളൊരു വടിയെടുത്ത് അതിനകത്ത് വെച്ച് കുറച്ച് പൂക്കൾ വിട്ട് പാറോമ്മയുടെ കൊടുത്ത് ഇതെന്തിനാണെന്ന് ചോദിച്ചു. ഇത് വീട്ടിൽ കൊണ്ടുവച്ച് 2 നേരം പൂജിക്കാൻ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, രാവിലെ വൈകുന്നേരം സ്വാമി കൊടുത്ത വടി പൂജിക്കുവാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, അത്ഭുതമെന്ന് പറയട്ടെ, പിറ്റേ വർഷം ആ വീട്ടിലേക്ക് ഒരു പെൺകുഞ്ഞ് പിറന്ന് വീഴുകയാണ്. ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി പപ്പനാം ചേട്ടൻ
10 കതിനയ്ക്ക് തീ കൊളുത്തിട്ട് ഓടി വന്ന് ആ കുഞ്ഞിനെ വാരിയെടുത്ത് 2 ഉമ്മ കൊടുത്ത്. 2 ആണോ 3 ആണോ? 3 കൊടുത്തായിരുന്നല്ലോ. അതെ, ഒരെണ്ണം ചീറ്റിപ്പോയി, കാരണം 4 പല്ലല്ലോ. പ്രിയപ്പെട്ടവരെ, ആ കുഞ്ഞിനെ എടുത്ത് മാറിയോട് ചേർത്തിട്ട് കലണ്ടറിലേക്ക് നോക്കി. പൂരാടം നക്ഷത്രം, ഒരു പെൺകുഞ്ഞ്. പൂരാടം നക്ഷത്രത്തിൽ പൂ പോലെ പെൺകുഞ്ഞൊന്ന് പിറന്നുവല്ലോ, ആ വീട്ടിൽ പിറന്നുവല്ലോ. പൂരാടം നക്ഷത്രത്തിൽ പൂ പോലെ പെൺകുഞ്ഞൊന്നു പിറന്നുവല്ലോ, ആ വീട്ടിൽ പിറന്നുവല്ലോ. അച്ഛൻ്റെയും കാട്ടുണ്ടല്ലോ, അമ്മയുടെ കാട്ടുണ്ടല്ലോ, ആഫുവീതം, ആ 2 ആഫുവീതം. ഓ കുഞ്ഞാണേ, കുഞ്ഞിൻ്റെ അച്ഛൻ ഞാനാണ്. ഓ കുഞ്ഞാണേ, കുഞ്ഞിൻ്റെ അച്ഛൻ ഞാനാണ്, ഞാനാണ്. പൂരാടം നക്ഷത്രത്തിൽ പൂ പോലെ പെൺകുഞ്ഞൊന്നു പിറന്നുവല്ലോ, ആ വീട്ടിൽ പിറന്നുവല്ലോ. കൊച്ചിൻ്റെ ഒച്ചയാണ് എലിവാണം പോണ പോലെ, മൂങ്ങാമോന്തയല്ല, ചൊടിയേറെ പരന്നതല്ല, കൈയും കാലുമാണ് വികലാംഗ സ്റ്റൈലിലല്ല, വട്ടമുഖം ഓന്തിനെ പോൽ നീണ്ട ചുണ്ടുകളല്ല, അതിനൊത്ത നിറം മഞ്ഞളൊത്തിരി ചേർത്ത് വെച്ചതുപോലെയോ. കുഞ്ഞാണ്, കുഞ്ഞിൻ്റെ അച്ഛൻ ഞാനാണ്. യോ കുഞ്ഞാണ്, കുഞ്ഞിൻ്റെ അച്ഛൻ ഞാനാണ്, ഞാനാണ്. പൂരാടം. നമ്മൾക്കൊക്കെ നല്ല കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ നമ്മൾ നല്ല ആഹാരം കൊടുക്കും, അല്ലേ? ശരിയല്ലേ? എന്താ കുഞ്ഞിന് കൊടുക്കുന്നത്? പുട്ടും. അതാ കുഞ്ഞ്. ഞാൻ ആ കുഞ്ഞിനെ കണ്ണും തള്ളിയാണ് നടക്കുന്നത്. പുട്ടും പഴവും കൊടുക്കും. അങ്ങനെയൊന്നുമല്ല. നിങ്ങളുടെ കൊച്ചിന് ആഹാരം കൊടുക്കുന്നത് ആ മിടുക്ക. നേരത്തെ കൊടുത്തിരുന്ന സാധനമൊക്കെ മാറ്റി, അല്ലേ? അത് തന്നെ. പക്ഷേ പടക്ക പപ്പനാവും ചേർന്നും പാറുമേയും കുഞ്ഞിന് കൊടുത്ത ആഹാരം എന്താണെന്നറിയോ? ഫാരക്സും അനിൽ സ്പ്രേയും മാമുൽ സ്പ്രേയും ഹോർലിക്സും കാഡ്ബറീസും അലക്കി നൽകി മകൾക്കു നൽകി. ആട്ടിൻ പാലും പശുവിൻ പാലും തേങ്ങാപ്പാലും എരുമപ്പാലും മിൽമപ്പാലും റാണിപ്പാലും കുറച്ച് നൽകി കുഞ്ഞ് വളർന്നു വേഗം. ബൂസ്റ്റ് നൽകി, ബിസ്ക്കറ്റ് നൽകി, പ്ലാനിലൽപ്പം കോംപ്ലാൻ നൽകി, ന്യൂട്രമൂലും ജീവൻ തോണും ന്യൂട്ടറിൽ നൽകി കുഞ്ഞ് വളർന്നു വേഗം. അവൾ സുന്ദരിയാണെന്ന്, അവൾ ആ ഗ്രാമത്തിൻ്റെ, ആ കതിനാക്കുഴി ഗ്രാമത്തിൻ്റെ അത്ഭുതമാണെന്ന്. പ്രിയപ്പെട്ടവരെ, സത്യം പറയാമല്ലോ, സൗന്ദര്യത്തിൻ്റെ പ്രതീകമാണ്. അവൾ വളർന്ന് വലുതായി. ആ കതിനാക്കുഴി ഗ്രാമത്തിൽ ഒരു കൊടുങ്കാറ്റ് പോലെ അവളങ്ങനെ നടന്നു പോകുമ്പോഴത്തേക്ക് 76 വയസ്സിന് മുകളിലോട്ടുള്ള വയസ്സന്മാരുടെ പിളരിയൊക്കെ ഇങ്ങനെയാണ് ഇടറിയിരിക്കുന്നത്. വെപ്രാളത്തിലുള്ള നോട്ടമാണ്. ഈ പെണ്ണ് സുന്ദരിയാണ്, പരിശുദ്ധിയാണ്. അവൾ +3 പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ പോട്ടെ, അവളത് ഇങ്ങനെ നിൽക്കുവാണെങ്കിൽ ഒരു സിനിമാ തന്നെ നിൽക്കുന്നു കേട്ടോ. രൂപം കണ്ടാൽ ശ്രീദേവിയ അമ്പമ്പോ, നോട്ടം കണ്ടാൽ ശ്രീവിദ്യയ അമ്പമ്പോ, നേരെ നിന്നാൽ അനുരാധയ അമ്പമ്പോ, വാറ്റിൽ നിന്നാൽ മധുബാലയ. സിലുകിനെ പോലെ ബോഡി സ്ലിമ്മാണല്ലോ, ഉർവശിയാണോ പെണ്ണു ഉണ്ണി നേരിയോ. ആ സിലുകിനെ പോലെ ബോഡി സ്ലിമ്മാണല്ലോ, ഉർവശിയാണോ പെണ്ണു ഉണ്ണി നേരിയോ. രൂപം കണ്ടാൽ ശ്രീദേവിയ അമ്പമ്പോ, നോട്ടം കണ്ടാൽ ശ്രീവിദ്യയ അമ്പമ്പോ, നേരെ നിന്നാൽ അനുരാധയ. അങ്ങനെയാണ് ഇവള് +3 പഠിക്കുവാന്ന് ഞാൻ പറഞ്ഞില്ലേ. ഇവള് കയറുന്ന കോളേജിൽ ബസ്സിൽ കയറാൻ വേണ്ടി, ഇവള് കയറുന്ന ബസ്സിൽ കയറാൻ വേണ്ടി ആ നാട്ടിലെ ചെറുപ്പക്കാർ കലിങ്ങിലും കയ്യാലമാട്ടിലും പതുങ്ങിയിരിക്കുക, വേറൊന്നുമല്ല. അവൾ കയറുന്ന ബസ്സിൽ കയറണം, ഒന്ന് മുട്ടണം, ഒന്ന് തട്ടണം, അതൊക്കെയുള്ള കാര്യം. അവളിങ്ങനെ വരുമ്പോഴത്തേക്ക് ചെറുപ്പക്കാരെ, അവൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇങ്ങനെ നടന്ന് ബസ് സ്റ്റാൻഡിലേക്ക് വരുന്ന സമയത്ത് ചെറുപ്പക്കാർ ആമ്പിള്ളേർ വിളിച്ച് പറയും, പാറുവിൻ്റെ മകൾ വരുന്നളിയാ,
എവിടെ ആണ്ട് കോളേജിൽ പോകാൻ വരുവാനളിയ ഇത് പതിവാനളിയ പാറുവിൻ്റെ മകള് വരുന്നളിയ എവിടെ ആണ്ട് കോളേജിൽ പോകാൻ വരുവാനളിയ ഇത് പതിവാനളിയ അമ്പം പോയെന്തൊരു വരവളിയ എൻ്റെ നിന്റെ കൺട്രോള് തെറ്റും വരവാനളിയ ഇത് പതിവാനളിയ അടിവെട്ടിയ മിടിയാനളിയ അവിടച്ചൻ പെശകാനളിയ അടിവെട്ടിയ മിടിയാനളിയ അവിടച്ചൻ പെശകാനളിയ ആരെ തല്ലും കുഞ്ഞുഞ്ഞമ്മയും കുഞ്ഞൻ ഒപ്പം കുണ്ടളിയ അയ്യയ്യയ്യയ്യയ്യയ്യ പാറുവിൻ്റെ മകള് വരുന്നളിയ എവിടെ ആണ്ട് കോളേജിൽ പോകാൻ വരുവാനളിയ ഇത് പതിവാനളിയ എല്ലാ ദിവസവും ഇങ്ങനെയാണ്. കോളേജിൽ പോയിട്ട് തിരിച്ചു വരും. ഒരു ദിവസം ശനിയാഴ്ച അവളുടെ അമ്മ പറഞ്ഞു, മോളെ ഇന്ന് റേഷനിൽ വാങ്ങിക്കണ്ടേ, മറന്നുപോയി. സഞ്ചി എടുത്തുകൊണ്ട് ബുക്കിന് കൂടെ അവൾ വെച്ച് കോളേജിന് തൊട്ടടുത്ത റേഷൻ കട, ആ സഞ്ചി അവിടെ കൊണ്ട് വെച്ചിട്ട് അവൾ കോളേജിൽ പോയി തിരിച്ചു വന്നപ്പോഴത്തേക്ക് അരിയും പഞ്ചസാരയും സഞ്ചി നിറച്ച് പതിവിലും കൂടുതലുണ്ടായിരുന്നു. അവൾ ആ അരിയും പഞ്ചസാരയും എടുത്ത് ഈ റോഡ് ഇങ്ങനെ ക്രോസ് ചെയ്യുന്ന സമയത്ത് റോഡിൻ്റെ മധ്യഭാഗമായപ്പോഴത്തേക്ക് ഈ വെയിറ്റ് കൊണ്ട് സഞ്ചിയുടെ വള്ളി പൊട്ടിയിട്ട് അരിയും പഞ്ചസാര റോഡിലേക്ക് തകർന്ന മനസ്സുമായി അവൾ അവിടെ തന്നെ കുത്തിയിരുന്ന് പൊട്ടിക്കരയണമെന്നുണ്ട്. നാട്ടുകാർ നോക്കുന്നുണ്ട്, എന്താ ചെയ്യേണ്ടത് ഒന്നും അറിയില്ല. അവളങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ആ റേഷൻ കടയിൽ നിന്ന് 2 കണ്ണാണോ 3 കണ്ണാണോ? ഒരു ഒറ്റക്കണ്ണനും ഉണ്ടായിരുന്നു, അതാ ഞാൻ പറഞ്ഞത്. അതിൽ 2 കണ്ണുള്ള പുള്ളി നേരെ അവളുടെ സമീപത്തേക്ക് വന്നിട്ട് പറയാണ്, ടാറുരുകിയ റോഡില് സഞ്ചിയുമായിരുന്നൊറ്റയ്ക്ക് റേഷൻ അരിവാരുന്നൊരു നാട്ടുകാരി, ഈ ആഴ്ചയിൽ സ്പെഷ്യലുണ്ടോ കൂട്ടുകാരി, റൂട്ടിലോടുന്ന വണ്ടികൾ പെട്ടെന്ന് വഴി വന്നാൽ ടയർ കയറിയ ലരി പോകിലെ നാട്ടുകാരി, സ്ലോ മോഷനിൽ വാരാതി സ്പീഡിലാക്കൂ. പ്രിയപ്പെട്ടവർ, സത്യം പറയുമല്ലോ, ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, ആ സഞ്ചി അങ്ങോട്ട് പിളർത്തി പിടിക്കുക. അവൾ യാന്ത്രികമായിട്ട് സഞ്ചി പിളർത്തി. അദ്ദേഹം അവളുടെ കണ്ണിലേക്ക് നോക്കിയിട്ട് അരിയും പഞ്ചസാരയും വാരി ആ സഞ്ചിയിലേക്ക്. പ്രിയപ്പെട്ടവരെ, ലോകത്തിൽ ആദ്യമായിട്ടൊരു പ്രേമം, അരിവാരി കൊടുത്ത പ്രേമം. പ്രിയപ്പെട്ടവരെ, സഞ്ചി നിറഞ്ഞപ്പോഴത്തേക്ക് അവൾ എഴുന്നേറ്റ് പോകാൻ നേരത്തെ അദ്ദേഹം പറഞ്ഞു, എനിക്ക് മനസ്സിലായി, പടക്കപ്പനാവിൻ്റെ മകളല്ലേ, പങ്കജാക്ഷി എന്നല്ലേ പേര്, എൻ്റെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരവും പായ, പങ്കജാക്ഷി. അവൾ നടന്നു പോയി. അപ്പോഴും അവൻ്റെ കണ്ണുകൾ അവളിലേക്ക് അങ്ങനെ ഉടക്കിക്കൊണ്ടിരിക്കുകയാണ്. വീട്ടിൽ ചെന്നു, അരിയും പഞ്ചസാരയും കൊണ്ട് അമ്മയുടെ കൊടുത്തിട്ട് പറഞ്ഞു, അമ്മയെ പായസം വെച്ചേക്കാൻ പറഞ്ഞ് അവൾ കയറി കിടന്നു. വല്ലാത്തൊരു അസ്വസ്ഥതയാണ്. അതങ്ങനെയാണ് കാര്യം. ഈ പെണ്ണ് ടീനേജാണ്. ഈ ടീനേജിന് ഗുണം അറിയാവും. 13 to 19 പിടി കിട്ടാത്ത പ്രായം. ശരിയല്ലേ? അങ്ങനെയാണ് പുള്ളിക്കാരനെ വീട്ടിൽ നിന്ന് വിളിച്ചു വിട്ടു. അതിനകത്തുള്ള പെമ്പിള്ളേരൊക്കെ പുള്ളി ഇങ്ങനെ പോയി നോക്കിയിരിക്കും അവിടേക്ക്. അത് കാരണം അതങ്ങനെയാണ്. 13 to 19 ഞാൻ പറയാൻ കാര്യം, ഒരു മഹാകവി, ഞാനല്ല കേട്ടോ, വേറൊരു മഹാകവി ഒരു കവിത എഴുതിയിട്ടുണ്ട്. വള്ളിക്ക് നാമ്പ് മുളയ്ക്കുന്ന കാലത്ത് മുള്ളുള്ളതാണേലും മരം ഒന്ന് അടുത്ത് വേണമെന്ന്. അതാണ് ഈ ടീനേജിൻ്റെ പ്രത്യേകത. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു ചെറുപ്പക്കാരൻ്റെ നോട്ടം അവളിലേക്ക് ആകർഷിച്ചത്. പിന്നെ പോകുമ്പോൾ പല ദിവസം അവൾ കോളേജ് വെച്ച് അദ്ദേഹത്തെ നോക്കും, ഇങ്ങനെ എവിടെയെങ്കിലും കൊണ്ടുവന്ന് നോക്കും. കുറേ ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ രണ്ടും ചിരിക്കാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് സംസാരിക്കാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് കത്തുകൾ കൈമാറാൻ തുടങ്ങി. അങ്ങനെ പടക്കപ്പനാവശ്യം വീടില്ലാ സമയം നോക്കി ഈ പങ്കജാക്ഷൻ അവരെ വീട്ടിൽ ചെയ്തു. അമ്മയില്ലായിരുന്നു അവിടെ. അമ്മ മാർക്കറ്റിലേക്ക് വന്ന് കണ്ടിട്ടാണ് ഈ പങ്കജാക്ഷൻ പോയത്. അവിടെ ഞാൻ ചോദിച്ചു, പങ്കജാക്ഷി എന്താ? അയ്യോ ചേട്ടനാണോ, എന്താ വന്ന്? ഞാനേ ആ ടി വിയിലൊരു സംഭവം ഇന്നും ഉണ്ടെന്ന് പറഞ്ഞു, ഒന്ന് കാണാൻ വന്ന. അയ്യോ ചേട്ടാ കറണ്ടില്ല. ഇവിടെയും കറണ്ടില്ല, അവൻ്റെ വീട്ടിൽ കറണ്ടില്ല. ഇതെങ്ങനെയാണ് ചേട്ടാ പിന്നെ കാണുന്നത്? പറഞ്ഞാൽ അവളോട് ചോദിച്ചത് എങ്ങനെയാണ് സംഭവിച്ചത്? പറഞ്ഞാൽ പറയുകയാണ്, ഇവിടുത്തെ വീട്ടിലും അയലത്തെ വീട്ടിലും കുടിയാൻ കരണ്ടില്ലല്ലോ,
ഈ ആഴ്ചയിലെ സിനിമ കാണാതിരുന്നാൽ നഷ്ടമാണ്, അത് കാണാതിരുന്നാൽ നഷ്ടമാണ്. കാറ്റേറ്റുമാവ് കടന്നതിനാലോ ഏതേലും പോസ്റ്റ് ഓടിഞ്ഞതിനാലോ ചുസൂരി ശത്രുക്കൾ മാറ്റിയതാണോ ആകെ കുഴഞ്ഞല്ലോ ഈ ആഴ്ച. ആഹാ ഓഹോ ഈ ആഹാ. ഇവിടത്തെ വീട്ടിലും അയലത്തെ വീട്ടിലും മുടിയാൻ കരണ്ടില്ലല്ലോ. ഈ ആഴ്ചയിലെ സിനിമ കാണാതിരുന്നാൽ നഷ്ടമാണ്, അത് കാണാതിരുന്നാൽ നഷ്ടമാണ്. അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് പാർവമ്മ വീട്ടിലേക്ക് കയറി വന്നു. പാർവമ്മയെ കണ്ടപ്പോഴേ ഇവനെ പങ്കജാക്ഷൻ എഴുന്നേറ്റ്, അയ്യോ നീ എന്തിനാ ഇവിടെ വന്ന്? അപ്പോൾ ഞാൻ പങ്കജാക്ഷിയെ കണ്ടൊരു സംശയം ചോദിക്കാൻ വന്നു. എന്ത് സംശയം? അല്ല ഈ ടി വി ഈ കറണ്ട് ഈ പോസ്റ്റ് ടി വി കറണ്ട് പോസ്റ്റ് ഇത് തന്നെ അല്ല, ഞങ്ങളുടെ വീട്ടിൽ കറണ്ടില്ല, ഇവിടെയും കറണ്ടില്ല. അവനെന്നാൽ ഞാൻ പോകുകയെന്നും പറഞ്ഞ് പോകാൻ നേരത്തെ ആ തള്ള വിളിച്ച് പറഞ്ഞ്, മോനെ നീ വരുന്നതിനൊന്നും കുഴപ്പമില്ല, പക്ഷേ എന്നാണെന്നറിയോ, ഒന്നും ഈ പപ്പനാൾക്കാരൻ ഇവിടെ വേണം, അല്ലെങ്കിൽ ഞാനിവിടെ വേണം, അല്ലെങ്കിൽ ഞങ്ങളുടെ പട്ടി ഇവിടെ വേണം. പറയാൻ മനസ്സിലായി? നീ ചുമ്മാ കയറി വരരുത്. അവനൊന്നും വിടാതെ പോയി. അവൻ പോയി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പാർവമ്മ രൂക്ഷമായിട്ട് പങ്കജാക്ഷി ഒന്ന് നോക്കി. അപ്പം എത്ര നാളായി ഈ പണി? നാട്ടുകാർ പലരൊക്കെ പറയുന്നത് ഞാൻ അറിയുന്നുണ്ട്. നീ പിന്നെ പുറകെ നടക്കുമല്ലേ? അത് അവൻ നിന്റെ പുറകെ നടക്കുമോ? അവളെ ഒരു കാര്യം ഞാൻ പറയാം, ആദിയാനിതാരെന്നാൽ ഉടനെ നിൻ തല പോകും. യവനെ നീ മറക്കൻ്റെ മകളെ, ഇവനെ നീ മറക്കൻ്റെ മകളെ, ഇവനെ നീ മറക്കൻ്റെ മകളെ. പുറം നാട്ടിൽ നീ വിടത്തി അവനെ നീ പ്രണയിച്ച് പുകിലൊന്നും വരുത്തല്ലേ മകളെ. ഓ ഓ അയ്യോ, പുറം നാട്ടിൽ നീ വിടത്തി ഇവനെ നീ പ്രണയിച്ച് പുകിലൊന്നും വരുത്തല്ലേ മകളെ. ഓ ഓ അയ്യോ. അമ്മ പറയുന്നോട്ടൊന്നും ഒരു സംഭവമില്ല. ഞാൻ കോളേജിൽ പോകുമ്പോഴത്തേക്ക് ആ ചേട്ടനെ കാണുന്നുണ്ട്. മോളെ നിൻ്റെ പ്രായമൊക്കെ ഒത്തിരി കഴിഞ്ഞായി അമ്മ, അതുകൊണ്ടാണ് ഞാൻ ഈ മുണ്ട് കണ്ണടയ്ക്കുന്നത്. പോട്ടെ, ഇനി ഇങ്ങനെ ആവർത്തിക്കരുത്. പ്രിയപ്പെട്ടവർ, ദിവസങ്ങൾ പലത് കഴിഞ്ഞു. ഒരു ദിവസം അവർ രണ്ടും കൂടി ഒരു കരിങ്കിൻ്റെ സൈഡിൽ സംസാരിക്കുമ്പോഴത്തേക്ക് രണ്ടുപേരെ ആ വഴിക്ക് വന്നു. അപ്പോൾ ഇവിടെ അറിയാം, നീ പടക്കപ്പനാൻ്റെ മോളല്ലേ? അത് ഇവനാരാ? അവളൊന്നും മിണ്ടിയില്ല. ആദ്യം പറഞ്ഞാൽ അവർ പറഞ്ഞ് ചോദിക്കുവാണ്, ആരാനടി ഭംഗി ഇവനൂരാ കൊടുക്കാണോ? എടി ആരാനടി ഭംഗി ഇവനൂരാ കൊടുക്കാണോ? ഞങ്ങളുടെ ബന്ധുവാ സ്വന്തമാ, അച്ഛനെ കാണുവാൻ വന്നതാ. കോഴിക്കോട്ടെ അങ്ങളിൻ്റെ നാട് വിട്ട പുത്രനാണ്. ആരാനടി ഭംഗി ഇവനൂരാ കൊടുക്കാണോ? എടിയാരാ നടി ഭംഗി ഇവനൂരാ കൊടുക്കാണോ? അവരോട് പറഞ്ഞ് ദൈവത്തെ ഓർത്ത് വീട്ടിൽ പറയരുത്. ഞങ്ങളുടെ അമ്മയോട് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ അമ്മ തല്ലിക്കൊല്ലും. അച്ഛനോട് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ എന്നെ ഏറുപിടക്കത്തിന് കൊന്നുകളയും, രക്ഷിക്കണം, ഇനി മേലെ ഇത് ആവർത്തിക്കത്തില്ല. അങ്ങനെ പിന്നെയും ദിവസങ്ങൾ പലത് കഴിഞ്ഞു. പ്രിയപ്പെട്ടവരെ, അത്ഭുതം ഒന്ന് പറയട്ടെ. ഇത് വടക്കം പപ്പനാവിൻ്റെയും പാർവമ്മയുടെയും മകളുടെ കാര്യമാണ്. ഞാൻ നിങ്ങൾ എന്നെ നോക്കി പഠിച്ചു. എനിക്ക് വയസ്സ് 61. ഇന്ന് വരെ ഒറ്റ പെമ്പിള്ളേരുടെ മുഖത്ത് ഞാൻ നോക്കിയിട്ടില്ല. ഇല്ല, എൻ്റെ നേരെ ഒരു പെണ്ണ് നടന്നു വരുവാണെങ്കിൽ ഞാൻ കണ്ണ് അടക്കി നടക്കും. അവൾ മുട്ടുവാണെങ്കിൽ മുട്ടിയിട്ട് പോകട്ടെ, എനിക്കല്ല. ഞാൻ ഇന്ന് വരെ ചാരിത്രത്തെ നശിപ്പിക്കത്തില്ല. അങ്ങനെ ഞാൻ ജീവിച്ചതും വളർന്നതും പഠിച്ചതുമൊക്കെ. പ്രിയപ്പെട്ടവരെ, സത്യം പറയാമല്ലോ, ദിവസങ്ങൾ പലത് കഴിഞ്ഞു. ഒരു ദിവസം അവൾ കോളേജ് വിട്ട് വന്നപ്പോഴത്തേക്ക് ഈ പങ്കജാക്ഷൻ കുറച്ച് ഫ്രൂട്ട്സും പൂക്കളും എടുത്തുകൊണ്ട് അവളുടെ കൊണ്ട് കൊടുത്തു. ഇതെന്താ പെണ്ണേ? നമ്മുടെ പ്രേമത്തിൻ്റെ 41-ാം ദിവസം. അപ്പോൾ ഈ 41-ന് പ്രത്യേക മഹാത്മ്യമുണ്ട്. പുണ്യസ്ഥലങ്ങളിൽ പോകണമെങ്കിൽ 41 ദിവസം വ്രതം എടുക്കണം, അല്ലേ? അതെ. ചില വയസ്സെന്നവരൊക്കെ മക്കളെ പ്രാകും, നീ 41 എത്തത്തില്ലടാ. അതൊക്കെ സത്യമാണ്. അപ്പോൾ ഈ 41-ാം ദിവസത്തെ
പ്രേമത്തിൻ്റെ ഇതിനായിട്ട് ഫ്രൂട്ട്സും പൂക്കളും കൂടെ കൊടുത്തപ്പോൾ അവൾ പറഞ്ഞു, ചേട്ടാ അച്ഛൻ വീട്ടിലില്ല. കാരണം അച്ഛൻ ഇല്ലെന്ന് പറഞ്ഞപ്പോൾ അവന് സന്തോഷമായി. അച്ഛനും ഇല്ല, അമ്മയില്ല. ഓടി അവൻ പുറകെ പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ഇവൻ കൊടുത്ത പ്രേമ സമ്മാനം കൊണ്ട് അവളൊരു സ്ഥലത്ത് വെച്ചിട്ട് എന്തെങ്കിലും കൊടുക്കണ്ടേ, തപ്പിയിട്ട് കിട്ടിയില്ലെന്നല്ല, കിട്ടി. രണ്ടാമട്ടും ഒരു തോട്ടായും കിട്ടി. അവൻ്റെ വീട്ടിൽ ചെന്നിട്ട് ഇസ്റ്റേഷന് കൊടുത്ത പ്രേമ സമ്മാനം നെഞ്ചിനോട് ചേർത്ത് വെച്ചിട്ട് അവനങ്ങനെ കിടക്കുക. ഈ സമയത്ത് 7 മുതൽ 7:30 വരെ അവിടെ പവർ കട്ടാണ്. കറണ്ട് പോയപ്പോഴത്തേക്ക് അവൻ്റെ വല്യമ്മ ഒരു വിളക്ക് കത്തിച്ചുകൊണ്ട് ആ കട്ടലിൻ്റെ തലയ്ക്കേ കൊണ്ട് ആ കട്ടലിനാണ് ഷെയ്ക്കുണ്ട്. ഇഷ്ടേശ്വരി കൊടുത്ത് പ്രേമസമ്മാനം നെഞ്ചിനോട് ചേർത്ത് തിരിഞ്ഞും മറിഞ്ഞും കിടന്ന വഴിക്ക് വിളക്ക് നേരെ പറഞ്ഞ് അവൻ്റെ നെഞ്ചത്തോട്ട് വീണ്. പിന്നൊരു പൊട്ടിത്തെറിയായിരുന്നു. വീട് കത്തി വല്യമ്മ ചത്തു. പിറ്റേ ദിവസം അവിടെ പ്രിയപ്പെട്ട കൂട്ടുകാർ പറഞ്ഞ വാക്ക് കേട്ട് അവൾ സർക്കാർ ആശുപത്രിയിലേക്ക് ഓടി. അവളുടെ പ്രിയപ്പെട്ട ചേട്ടനെ മോർച്ചറിയിൽ ഇട്ടിരിക്കുകയാണ്. അവിടേക്ക് ഒന്ന് ചേട്ടൻ്റെ പാദത്തിലേക്ക് വീണു. ചേട്ടാ, ഞാൻ കാരണമാണല്ലോ ഇത് സംഭവിച്ചത്. എൻ്റെ പൊന്നു ചേട്ടാ, ഞാൻ കാരണമാണല്ലോ ഇത് സംഭവിച്ചത്. പെട്ടെന്ന് ആ പുള്ളിക്കാരൻ തല പൊക്കി നോക്കി. ചേട്ടൻ ചത്തില്ലേ? ഇല്ല. പിന്നെ ചേട്ടനെ എന്തിനാ മോർച്ചറി കിടത്തിയിരിക്കുന്നത്? അത് സർക്കാർ ആശുപത്രിയല്ലേ, വാർഡിൽ സ്ഥലമില്ലാത്ത കാരണം എന്നെ ഇവിടെ കിടത്തിയിരിക്കുക. ചേട്ടാ, ഇതെങ്ങനെയാണ് ചേട്ടാ സംഭവിച്ചത്? പറയുകയാണ്, നിന്നെ തന്നെ ഓർത്തും കൊണ്ട് കരണ്ട് കട്ടായ നേരം തലയ്ക്കൽ വിളക്ക് വെച്ച് ഞാനുറങ്ങുമ്പോൾ. നിന്നെ തന്നെ ഓർത്തും കൊണ്ട് കരണ്ട് കട്ടായ നേരം തലയ്ക്കൽ വിളക്ക് വെച്ചു ഞാനുറങ്ങുമ്പോൾ. മുടിക്കെട്ടിലൊളിപ്പിച്ച് എനിക്കെന്ന് നീ തന്ന അമിട്ടിൻ്റെ പൊതിക്കെട്ടിൽ വിളക്കൊന്നു വീണന്നേ വെടിക്കെട്ടുമായി തവിട് പൊടിയായി മുഴുവൻ. ഓ, നിന്നെ തന്നെ ഓർത്തും കൊണ്ട് കരണ്ട് കട്ടായ നേരം തലയ്ക്കൽ വിളക്ക് വെച്ചു ഞാനുറങ്ങുമ്പോൾ. ബൊമ്പാണെന്ന് ഓർത്തുകൂടി വന്നു നാട്ടുകാർ. കണ്ടു ബോംബെന്നോർത്ത് 100 വിട്ടവർ. വികൃതം എൻ്റെ ഫേസിൽ നോക്കിയാലറി നേഴ്സുമാർ. ഉടനെ മറിഞ്ഞു വീണ് പുറകിൽ നിന്ന വാച്ചറ്. കട്ടിയുള്ള അമുട്ടുകളിനിയും നൽകല്ലോ എന്നെ തന്നെ ഓർത്തും കൊണ്ട് കരണ്ട് കട്ടായ നേരം തലയ്ക്കൽ വിളക്ക് വെച്ചു ഞാനുറങ്ങി. അദ്ദേഹത്തിന് പാദത്തിൽ കെട്ടിപ്പിടിച്ച് അവൾ പൊട്ടിക്കരഞ്ഞു. അതിനുശേഷം അവൾ അദ്ദേഹത്തിനോട് യാത്ര പറഞ്ഞിട്ട് അവിടുന്ന് ചാടി ഇറങ്ങി വെളിയിലേക്ക് വന്നു. അവളുടെ കൂട്ടുകാരിയുണ്ട്. ആ മെയിൻ ഗേറ്റ് തുറന്ന് ക്രോസ് ചെയ്ത് അവർ റോഡിൻ്റെ അപ്പുറത്തേക്ക് പോകുന്ന സമയത്ത് ആൾക്കൂട്ടത്തിനിടയിൽ നിന്നൊരു ശബ്ദം, പങ്കജാക്ഷി. അവൾ നോക്കി. അവളെ മുറിച്ചെടുക്കാൻ ചിണ്ട കള്ളനാണ്, കള്ളുകുടിയനാണ്, ആഭാസനാണ്. ഒരാഴ്ച അകത്താണ്, ഒരാഴ്ച പുറത്താണ്. അദ്ദേഹം നേരെ അവളുടെ സമയത്തേക്ക്, നീ എവിടെ പോയി? ഞാനൊരു കൂട്ടുകാരിയെ കാണാൻ പോയതാ. നിന്നോട് ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ ഇറങ്ങി നടക്കരുത്? ഞാൻ പറഞ്ഞില്ലേ? നിങ്ങളെന്നെ എന്നോട് പറയുന്നത്? ഇത് ഞാൻ നിൻ്റെ മുറിച്ചെടുക്കനാ. കാരണം ആ പൂതി അങ്ങ് മനസ്സിൽ വെച്ചാൽ മതി. എൻ്റെ അച്ഛനും അമ്മയും നേർച്ചയും വഴിപാടും കഴിഞ്ഞാൽ ഞാൻ ജനിച്ചത്. ഇല്ല ചേട്ടാ, എൻ്റെ മാതാപിതാക്കൾ സംഭവിച്ചാലും ഞാൻ നിങ്ങളെ വിവാഹം കഴിക്കത്തില്ല. കാരണം നിങ്ങൾ ആരാണെന്ന് എനിക്കറിയാം. അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല. ആൾക്കൂട്ടത്തിനിടയ്ക്ക് വെച്ച് അവിടെ കവളുണ്ട് ഒറ്റയാടി. അടിയും കൊണ്ട് അവൾ നേരെ വീട്ടിലേക്ക് ഓടി. കൂട്ടുകാരി അവളുടെ വീട്ടിലേക്ക് ഓടി. വീട്ടിൽ ചെന്ന് കട്ടിലേക്ക് കയറി കിടക്കുക. അമ്മ ചോദിച്ചു, എന്താ മോളെ നീ വീണോ? നിനക്ക് എന്താ സംഭവിച്ചത്? അമ്മയുടെ ആങ്ങളുടെ മോനിലെ ചിണ്ട. അയ്യോ, അവൻ ജയിലിൽ നിന്ന് ഇറങ്ങിയോ? എനിക്കറിയത്തില്ല അമ്മ. നട റോഡിൽ വെച്ച് പരസ്യമായിട്ട് എൻ്റെ കവളടിച്ച് പൊട്ടിച്ചമ്മേ. ആ മാതൃഹൃദയം കരുവുണ്ട്. അവൻ അത്രയായോ? അവനിവിടെ വരുവാണെങ്കിലേ അവൻ്റെ കയ്യോ കാലോ ഞാൻ വെട്ടി നിർക്കും. ആ തള്ള കലുകൊണ്ട് പ്രാഗയാണ്. എത്ര മനുഷ്യരെ വെള്ളിടി വെട്ടുന്നു, ആമുതുകാരനെ എന്നിടി വെട്ടും. എത്ര മനുഷ്യരെ വണ്ടികൾ മുട്ടുന്നു, എന്നൊരു വണ്ടിയ നെഞ്ചത്ത് കയറും.
ഭീകരനാണവൻ, രാക്ഷസനാണവൻ, വീരപ്പനേക്കാളും മോശം, ദുഷ്ടൻ വീരപ്പനേക്കാളും മോശം ഇല്ല. അവനിവിടെ വരുവാണെങ്കിൽ അവൻ്റെ കയ്യോ കാലം ഞാൻ വെട്ടിച്ചു കൊടുക്കും. നമ്മുടെ പടക്കം പപ്പനാവനും പാർവനും കൂടെ കൂടി ഒരു ചെറിയ ചുറ്റിക്കളി. പങ്കജാക്ഷിനെയും പങ്കജാക്ഷിയെ ഒന്ന് തെറ്റിക്കുക, അവരുടെ ബന്ധം വേർപെടുത്തുക, സ്നേഹം വേർപെടുത്തുക. പങ്കജാക്ഷിക്ക് വേറൊരു വിവാഹം അവർ തീരുമാനിച്ചു. വീടിൻ്റെ ഫ്രണ്ടിൽ പന്തലുയർന്നു. ബന്ധുമിത്രാദികൾ എല്ലാവരും വന്നു. ചെറുപ്പക്കാർ ആമ്പിളേരും പെമ്പിളേരും വന്നു കഴിഞ്ഞാൽ കല്യാണത്തിൻ്റെ തലേദിവസം ആകുമ്പോഴേക്ക് താഴെയുള്ള കമുകത്തോപ്പിലും വാഴത്തോപ്പിലും പോയിട്ട് ഭാര്യയെക്കുറിച്ച് സംസാരിക്കും. വയസ്സന്മാരൊക്കെ ചീട്ട് കളിക്കും, അല്ലെങ്കിൽ മദ്യപിക്കും. സ്ത്രീകളാണെങ്കിൽ ഈ അവരുടെ കലവറയിൽ പച്ചക്കറി അരിഞ്ഞുകൊണ്ടിരിക്കുക. പാർവമ്മ കയറി ചെല്ലുമ്പോഴത്തേന് അവരുടെ അടുപ്പിൽ ഒരു സാധനം തിളക്കുകയാണ്. പാർവമ്മ അത് പോക്ക് നോക്കി. അവരുടെ അടുപ്പത്ത് സാമ്പാറിൻ കഷണങ്ങൾ അവരെക്കാൾ പൊക്കത്തിൽ ചാടും പോലെ. അവരുടെ അടുപ്പത്ത് സാമ്പാറിൻ കഷണങ്ങൾ അവരെക്കാൾ പൊക്കത്തിൽ ചാടും പോലെ. എണ്ണയിൽ വീണിട്ടും പൊങ്ങിയിട്ടും പൊങ്ങിയിട്ടും പപ്പടം പൊട്ടി ചിരിക്കും പോലെ. എണ്ണയിൽ വീണിട്ടും പൊങ്ങിയിട്ടും പൊങ്ങിയിട്ടും പപ്പടം പൊട്ടി ചിരിക്കും പോലെ. പൊട്ടിച്ചിരിച്ച് 25-30 പപ്പടം കരിഞ്ഞു പോയി, പോട്ടെ, അത് സാരമില്ല. അങ്ങനെ എല്ലാവരും അവിടെ ഇരിക്കുമ്പോഴത്തേക്ക് ആ രാത്രിയിൽ പങ്കജാക്ഷിയുടെ കൂട്ടുകാരി വന്ന് പങ്കജാക്ഷിയെ വിളിച്ചുകൊണ്ട് അപ്പുറത്തേക്ക് മാറി. കൂട്ടുകാരിയല്ലേ, പെണ്ണല്ലേ അവരവിടെ. പ്രിയപ്പെട്ടവരെ, പിറ്റേ ദിവസം പ്രഭാതം പൊട്ടിവിടർന്നു. ആ വീട്ടിൽ ആദ്യം ഒരു ശബ്ദം കേൾക്കുന്നത് പാർവമ്മയുടെയാ. എൻ്റെ പൊന്നുമോളെ എഴുന്നേറ്റ് ചാടി എഴുന്നേറ്റ്, എല്ലാവരും ചാടി എഴുന്നേറ്റ്. എന്താ, എൻ്റെ മോളെ കാണുന്നില്ല, എൻ്റെ പങ്കജാക്ഷിയെ കാണുന്നില്ലേ, എന്താ കാര്യമൊന്നും അറിയത്തില്ല. അവസാനം പ്രിയപ്പെട്ടവർ, പിന്നീടാണ് സംഭവം അറിയുന്നത്. കൂട്ടുകാരി പങ്കജാക്ഷിയെ വിളിച്ചുകൊണ്ട് ആ വഴി വെച്ച് കിട്ടിയൊരു കത്താ ഇക്കാര്യം. ആ കത്തെടുത്ത് നോക്കി പടക്കപ്പനാവൻ ചേർന്ന് അപ്പോഴാണ് എഴുതിയിരിക്കുന്നത്, എൻ്റെ പ്രിയപ്പെട്ട പങ്കജാക്ഷി, ലോകത്തിലാദ്യമായിട്ട് നിന്നെ ഞാൻ പ്രേമിച്ചു. നീ ആദ്യമായിട്ട് എനിക്കെന്ന് പ്രേമസമ്മാനം പൊട്ടിത്തെറിച്ച് എൻ്റെ ശരീരത്തിൻ്റെ പാർട്സ് പലതും പോയി. നാളെ രാവിലെ നിൻ്റെ കല്യാണം എന്നുള്ളത് ഞാൻ അറിഞ്ഞു. ആ സമയത്ത് ഈ ലോകത്തിലേക്ക് ഏറ്റവും വലിയ മാരക വിഷം കഴിച്ചു. ഞാൻ ഈ ലോകത്തിനോട് യാത്ര പറയും. അതല്ലെങ്കിൽ നീ പറ, എനിക്ക് എന്നെ മറക്കാൻ വയ്യ. നീ എൻ്റെ എല്ലാമാണ്, നീ എൻ്റെ സർവസ്വമാണ്. NB ഇട്ടിട്ട് ആ കത്തിൽ ഒരു ലൈൻ അവർ കണ്ടു. കറക്റ്റ് 12 പഠിക്കലോട്ടോ എത്തും പങ്കജാക്ഷി, ഇന്നു രാത്രി സ്റ്റാൻഡിലെത്തേണം, നീ സ്പോട്ടിലെത്തേണം. എൻ്റെ മോളെ നീ ഞങ്ങളെ വിട്ടു പോയോ? എൻ്റെ പൊന്നു മോളെ, നീ എവിടെയാണ് പോയത്? പ്രിയപ്പെട്ടവരെ, ഈ സമയം പങ്കജാക്ഷി പുറകിലുണ്ടായിരുന്ന ഓട്ടോയിൽ കയറി നേരെ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നു. പങ്കജാക്ഷി അവിടെയുണ്ട്. ടിക്കറ്റും ബെർത്തുമൊക്കെ നേരത്തെ ബുക്ക് ചെയ്തിരിക്കുകയാണ്. അവർ ട്രെയിൻ കണ്ട് അതിൽ സീറ്റിലിരുന്നു. ലഗേജൊക്കെ എടുത്ത് ട്രെയിനിൽ വെച്ചു. 1 മണിയായിട്ട് അവരിയ്ക്കുക ആ ട്രെയിനിൽ. 1:30 ട്രെയിൻ പോകുന്നില്ല. 2 ഇല്ല. പെട്ടെന്ന് പങ്കജാക്ഷി പറഞ്ഞു, എന്താ ഈ ട്രെയിൻ പോകാത്തത്? പെട്ടെന്ന് പങ്കജാക്ഷി അവിടെ നിന്ന് ഇറങ്ങിച്ചെന്ന് വെളിയിലേക്ക് നോക്കിയപ്പോഴേക്കും ഒരാൾ ഒരു പട്ടിയെ പിടിച്ചുകൊണ്ട് ഓരോ കമ്പാർട്ട്മെൻറ്റിലും കയറുന്നതാണ്. ചോദിച്ചത്, എന്താ സാറേ ഇങ്ങനെ? താനിതൊന്നും അറിഞ്ഞില്ല. ഇല്ല. രാവിലെ ഒരുവൻ ഫോൺ ചെയ്തു പറയും ബോംബ്, ട്രെയിനിൽ ബോംബ്. രാവിലെ ഒരുവൻ ഫോൺ ചെയ്തു പറയും ബോംബ്, ട്രെയിനിൽ ബോംബ്. ഓരോ ബോഗിയും തിരയുകയാണ് പോലീസ് ഡോഗ്.
ബോംബെന്ന് കേട്ടപ്പോൾ ബോംബയ്ക്കു പോകുന്നവർക്കാകെ പരിഭ്രമമാ. ബോംബെന്ന് കേട്ടപ്പോൾ ബോംബയ്ക്കു പോകുന്നവർക്കാകെ പരിഭ്രമമാ. രോഗികൾ മാറുന്നു, വായുകൾ തപ്പുന്നു, ബോംബിൻ ഭീഷണിയാലേ, ബോംബിൻ ഭീഷണിയാലേ. രാവിലെ ഒരുവൻ ഫോൺ ചെയ്തു പറഞ്ഞു, ബോംബ്, ട്രെയിനിൽ ബോംബ്. പ്രിയപ്പെട്ടവരെ, ആ പോലീസുകാരൻ പറഞ്ഞ കാര്യം പങ്കജാക്ഷി ഓടി വന്ന് പങ്കജാക്ഷി പറഞ്ഞപ്പോഴത്തെ അവൾ പറഞ്ഞു, ചേട്ടാ ഇത് ചതിയാണ്. ഒന്നുകിൽ ഇന്ന് രാവിലെ ഇനി വിവാഹം കഴിക്കാനുള്ള ചെറുക്കൻ്റെ ആൾക്കാരാണ്, അതല്ലെങ്കിൽ എന്നെ മുറച്ചെറുക്കൻ ജിണ്ടയായിരിക്കും. നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടണം, വാ ഇറങ്ങ്. ലഗേജ് എടുത്തുകൊണ്ട് രണ്ടുപേരും ഇറങ്ങി. അവിടുന്ന് വേറൊരു വണ്ടിയിൽ കയറി വേറൊരു റെയിൽവേ സ്റ്റേഷനിലേക്ക് അവർ ചെന്നു. ആ വണ്ടി പറഞ്ഞു വിട്ട് ലഗേജ് കൊടുത്തുകൊണ്ട് ആ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ആൾക്കൂട്ടത്തിനിടയിൽ നിന്നൊരു ശബ്ദം, പങ്കജാക്ഷി. എടീ ഞാൻ ചിന്തയാ, നിന്റെ മുറച്ചെറുക്കൻ. വാ. നിന്റെ കൂട്ടുകാരിയെ പിടിച്ച് ചെറുതായിട്ടൊന്ന് വരുത്തിയപ്പോഴത്തേക്ക് തത്ത പറയും പോലെ അവളെല്ലാം പറഞ്ഞു. വാ, ഇറങ്ങി വരാൻ. ഇല്ല, ഞാൻ വരത്തില്ല. എൻ്റെ പങ്കേറ്റൊപ്പം ഞാൻ ബോംബയ്ക്ക് പോവുകയാണ്. ഇമ്പോസിബിൾ. നീ എൻ്റെ കൂടെ വരണം, എൻ്റെ കൂടെ വന്നേ പറ്റൂ. ഞാൻ നിന്നെ മുറച്ചെടുക്കാനാണ്. കോപ്പാ ഓടാ അവിടുന്ന്, ഇവിടെ പോവാൻ. ഞാൻ പോകത്തില്ല, എൻ്റെ പങ്കജാക്ഷി ഉപേക്ഷിച്ച് പോകത്തില്ല. എൻ്റെ എല്ലാമാണ് അവള്. ചേട്ടാ, ദൈവത്തെ ഓർത്ത് ചേട്ടാ, നമുക്ക് എവിടെയെങ്കിലും പോകാം. ഇല്ല, നിങ്ങളെ രണ്ടുപേരെ ഞാൻ വിടത്തില്ല. ജിണ്ടയാണ് പറയുന്നത്, ഈ ജിണ്ട. പങ്കജാക്ഷി, ഞാൻ കള്ളനാണ്, കള്ളുകുടിയനാണ്, ആഭാസനാണ്. ഒരാഴ്ച അകത്താണ്, ഒരാഴ്ച പുറത്താ. എവിടെ പോടാ. ഞാൻ പോകത്തില്ല, എൻ്റെ പങ്കജാക്ഷിയെ വിട്ട് പോകത്തില്ല. അങ്ങനെയാണോ? നിനക്ക് നിന്റെ ജീവൻ വേണ്ട, എനിക്ക് ജീവൻ വേണ്ട. ഞാൻ ജീവിക്കാണ് പങ്കജാക്ഷിയുടെ ഒപ്പം ജീവിക്കത്തുള്ളൂ. ഓഹോ, അങ്ങനെയാണല്ലേ? എന്താ പതിയെ വന്നിട്ട് ആ പങ്കജാക്ഷിൻ്റെ കുത്തിന് പിടിച്ച് അങ്ങോട്ട് മാറി നിർത്തി. നീ പോകത്തില്ലല്ലോ? ഇല്ല, എൻ്റെ പങ്കജാക്ഷിയെ വിട്ട് ഞാൻ പോകത്തില്ല. എളിയൊരു കത്തി വലിച്ചൂരി ഒരാറ് കുത്താണ് ഞാൻ, ഒരാറ് കുത്ത്. ഓരോ കുത്തിനും പങ്കജാക്ഷിൻ്റെ ശരീരത്തെ രക്തം മാറുന്നൊഴുകയാണ്. ആറാമത്തെ കുത്തോടുകൂടി അവൻ നിലത്ത് വീണു. ഓടിക്കൂടി ആൾക്കാർ അവനെ എടുത്തുകൊണ്ട് ആശുപത്രിയിലേക്ക് പോയി. പ്രിയപ്പെട്ടവർ, പക്ഷേ ആ പോക്കിൽ തന്നെ അവൻ ഈ ലോകത്തിനോട് യാത്ര പറഞ്ഞു. അത് പങ്കജാക്ഷി അറിഞ്ഞില്ല. ജിണ്ട ആ പങ്കജാക്ഷി നോക്കി ഒന്ന് പുച്ഛിച്ച് ചിരിച്ച് കാർക്കിച്ചൊരു തുപ്പ് തുപ്പിയിട്ട് അവൻ കുത്തിയ ആ കത്തിയെടുത്ത് ജിണ്ടയുടെ മുണ്ടിൻ്റെ കോന്തല തുടച്ചിട്ട് അവൻ ഒന്ന് കാറിനേക്ക് കയറുന്ന സമയത്ത് ഈ ഭീകര അന്തരീക്ഷം കണ്ട് മനസ്സിൻ്റെ സമനില തെറ്റിയ നമ്മുടെ പങ്കജാക്ഷി ഒന്ന് അലറി, ജിണ്ട, എൻ്റെ പ്രിയപ്പെട്ട കുത്തിയല്ലേ, എൻ്റെ എല്ലാമെല്ലാമായി എൻ്റെ പങ്കേറ്റ കുത്തിയല്ലേ. പിന്നെ അവളൊന്നും ആലോചിച്ചില്ല. കൂട്ടുകാർ വീട്ടിൽ നിന്ന് കൊടുത്തുവിട്ട 2-3 ജോഡി ഡ്രസ്സും അച്ഛൻ്റെ അമ്മയ്ക്ക് വേണ്ടി 2 അമ്മയ്ക്ക് ഒരു തോട്ടായി ഒരു തീപ്പെട്ടി ആ ബാഗിനകത്തുണ്ടായി. അതുപോലെ അമ്മട്ടെടുത്ത് അവൾ കത്തിച്ചു. ജിണ്ട പതിയെ നടന്ന് ആ കാറിൻ്റെ ഡോറ് തുറന്ന് അതിനകത്ത് കയറുന്ന സമയത്ത് ആ കത്തി ചീറി വന്ന ആ അമ്മട്ടെടുത്ത് ഒരു ഒറ്റ കയറ്. ജിണ്ടയും ഭസ്മം. അതെ, ജിണ്ട അവിടെ ഭസ്മമായി. പ്രിയപ്പെട്ടവരെ, ഇന്നും പങ്കജാക്ഷിയെ നിങ്ങൾക്ക് കാണാം. ഭ്രാന്തിയായ പങ്കജാക്ഷിയെ നിങ്ങൾക്ക് കാണാം. മാനസിക ബുദ്ധി തകർന്ന പങ്കജാക്ഷിയെ നിങ്ങൾക്ക് കാണാം. കതിനാക്കുഴി ക്ഷേത്രത്തിൻ്റെ ആൽത്തറയിൽ ഭിക്ഷക്കാരോടൊപ്പം അവൾ ഇരിപ്പുണ്ട്, മൗനിയായി. അവൾക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. ആരോട് പറയും? സ്നേഹസമ്പന്നരെ, ഏതെങ്കിലും കാരണവശാൽ നിങ്ങൾ കതിനാക്കുഴി ഗ്രാമത്തിൽ വരുവാണെങ്കിൽ ആ ക്ഷേത്രത്തിൻ്റെ ആൽത്തറയിൽ ചെന്ന് നമ്മുടെ പാവപ്പെട്ട പങ്കജാക്ഷിക്ക്
ഒരു 10 പൈസ കൊടുക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ കഥ ഇവിടെ പൂർണ്ണമാകുന്നു.